ദൃശ്യം 3-യിലുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോ ഞാനില്ലേ. നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. റെഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അത് കൂടിപ്പോയത്. നമുക്കതൊന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ജോർജ് കുട്ടി ഒരു സിറ്റുവേഷനിൽ ഒരു കത്തിയായിട്ട് ഇയാളുടെ മുന്നിൽ വരുമ്പോൾ ഇയാൾക്ക് ജീവന് കൊതി ഉണ്ടാവില്ലേ, അപ്പോൾ പറഞ്ഞതായിരിക്കാം. ചേട്ടന്റെ മകളായിട്ട് അഭിനയിച്ച വീണയും ട്രോളി കയറി. ആക്ച്വലി അവിടെ ആ സമയത്ത് ലാലേട്ടനില്ല, അപ്പുറത്ത് ആരുമില്ല. ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മളോട് പറയുന്നത് ഇതാണ് കണ്ണാടി. ഈ കണ്ണാടി നോക്കുമ്പം ലാലേട്ടൻ്റെ ഇത് ഇവിടെ റിഫ്ലക്ഷൻ ഇതിനകത്തുണ്ട്, അത് കണ്ടിട്ടാണ് പ്രശ്നം മാറണമെന്നൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് 6-7 തവണ ലാലേട്ടൻ്റെ മുഖത്തോട്ട് ഓരോ തവണ കഴിയുമ്പോൾ ഞാൻ വേണ്ട സൂര്യലേട്ടൻ മോനെ നീ പോണെ നീ ഒന്നൊക്കെയോ ചുമ്മാ ഊത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് നിൽക്കും. അവർ തന്നെ ഇങ്ങോട്ട് പറയും മറ്റേ പടത്തിൽ ഇങ്ങനെ റിയാക്ഷൻ ഇല്ല ഏട്ടാ, ഇങ്ങനത്തെ സാധനമില്ല. അതേപോലത്തെ ഒരു എക്സ്പെർട്ട്. ഞാൻ പറഞ്ഞാൽ അത് ചെയ്തതല്ല നമ്മൾ ഇല്ലേട്ടോ, അത് ഈ സ്ഥാനത്ത് വന്നോ അടിപൊളിയായിരിക്കും എന്ന് പറയാം. നമുക്ക് മനസ്സിലാവും അവർക്ക് ഇതാണ് വേണ്ടത്, നമ്മളൊന്ന് മാറ്റി ചെയ്യാന്ന് വെച്ചാൽ അവർക്കതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാവും. ഇനി ആട്ടം, ദൃശ്യം ഇതുപോലുള്ള ചില സിനിമകൾ വരുമ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നത്. മമ്മൂക്കയുടെ ഒരു സംസാരം അങ്ങനെയാണല്ലോ, ഇവരെന്ത് തേങ്ങയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ ഓക്കെടാ എന്നാൽ ഗുഡ് നൈറ്റ്, 2 പേരെ പറ്റി പരദൂഷണം സംസാരിച്ചു, ഓക്കെടാ ശരി, അതിനുവേണ്ടി മാത്രം ചുമ്മാ വിളിക്കുന്നത്. ഹ്യൂമർ ചെയ്യുമ്പം ഇത്ര ഒരു വലിയ ജോലിയാണ് ഇവരൊക്കെ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ തന്നെയാണ് എൻ്റെ കാര്യത്തിലൊക്കെ ഉള്ളത്. നന്നായിട്ടുണ്ടോ മറ്റേ പടം കൊണ്ട് പൊളി കലക്കി ചെയ്യണം, ഞങ്ങൾ ചിരിച്ചു ഇങ്ങനെ അങ്ങ് പറയും. പക്ഷെ ഒരു ദൃശ്യം കണ്ടെങ്കിൽ ദൃശ്യത്തിൽ നിങ്ങൾ കൊള്ളാൻ കേട്ടോ എന്ന് പറയും. സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് ഒരാളൊരു നടനായി മാറുന്നത് എന്നുള്ളൊരു മിഥ്യാധാരണ എല്ലാവർക്കും ഉണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല. ചേട്ടൻ്റെ ഒരു ഞെട്ടുന്നൊരു സീനുണ്ടല്ലോ, ലാലേട്ടൻ ചോദിക്കുന്ന കുട്ടിക്ക് എങ്ങനെയുണ്ട് സുഖമാണെന്ന് പറയുമ്പോൾ ആ ഒരു സീനുണ്ടല്ലോ, അതിൻ്റെ ക്രെഡിറ്റ് രാജുവിന് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിനെ മലയാളികളുടെ ഒരു ആക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്തത് ആദാമിൻ്റെ മകൻ അമ്മ വന്നപ്പോഴാണ്. പക്ഷെ അതിന് മുൻപ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ വേഷങ്ങൾ തൊട്ടാൽ പൊള്ളുന്ന വേഷങ്ങളാണ്. ഇപ്പോഴൊക്കെ ആരോടെങ്കിലും അതുപോലത്തെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കൊണ്ട് ഇക്ഷ വരയ്ക്കും. വലിയ വലിയ വണ്ടികളിൽ വന്നിറങ്ങുന്ന കുറേ നടന്മാരെയും നടിമാരെയും ഒക്കെ അല്ലേ കാണുന്നത്. അതിനപ്പുറം അതിനകത്ത് അമ്മയെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഹലോ, ഇന്ന് ഷാജോൺ ചേട്ടനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹലോ ചേട്ടാ. നമസ്കാരം. സുഖം? നന്നായിട്ട് പോകുന്നു, ദൈവം എല്ലാം അടിപൊളി. ഇപ്പൊ ചേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ വരുന്ന 24-ാം തീയതി ലാലേട്ടനൊപ്പം UK ഒരു ഷോ അല്ലേ, അതിന്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അതിന്റെ കുറച്ച് ഫൈനൽ പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഇപ്പോൾ. ചേട്ടാ, ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഒരു കൾട്ട് ക്ലാസിക് എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു ദൃശ്യം. അപ്പോൾ ദൃശ്യത്തിലെ സഹദേവൻ നമുക്കൊക്കെ ഇപ്പോഴും പേടിയാണ് സഹദേവനെ കാണുമ്പോൾ. അപ്പം ട്വിസ്റ്റുകൾ കൊണ്ട് ഞെട്ടിച്ചൊരു സിനിമയായിരുന്നു ദൃശ്യം. അതുപോലെ തന്നെ ചേട്ടൻ്റെ കരിയറിലും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കിയൊരു സിനിമയാണ് ദൃശ്യം. ഇപ്പം അതിൻ്റെ 3-ാമത്തെ ഭാഗം എന്താണ് സഹദേവന് കിട്ടുന്നൊരു റെസ്പോൺസ്? നല്ല റെസ്പോൺസാണ്, ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഇയാൾ പറഞ്ഞതുപോലെ നമുക്ക് സിനിമയിലൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നൊരു ക്യാരക്ടറാണ്. നമ്മൾ അത് കഴിഞ്ഞും കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ചെന്നാലും സംസാരിക്കുന്നതെല്ലാം ദൃശ്യത്തെക്കുറിച്ചും സഹദേവനെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു തേർഡ് പാർട്ടിയിൽ വീണ്ടും സഹദേവൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതലൊരു സന്തോഷമാണ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ജനങ്ങളത് ഏറ്റെടുത്തു, അതിന് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോൾ OTT വന്നതിന് ശേഷവും ഡെയിലി രാവിലെ നമ്മളത് നോക്കുമ്പോൾ ഇൻസ്റ്റയിലും കുറേ മെസ്സേജസ് ഉണ്ടാവും, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഒരു ബിൽഡപ്പ് കൊടുത്താണ് ചേട്ടനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആരാണ് ദൃശ്യത്തിലെ അല്ലേ അദ്ദേഹത്തിന് പുറകെ ആരുണ്ടെന്നറിയാം, ആരാണെന്ന് ജനങ്ങളും പ്രതീക്ഷിച്ചില്ല, പ്രശ്നക്കാരൻ. പക്ഷെ ഞാൻ ചില വീഡിയോസ് കണ്ടായിരുന്നു, ദൃശ്യം 3-യിലുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോ ഞാനില്ലേ. നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യം അവർ പ്രത്യേകം പറഞ്ഞിരുന്നു പുറത്ത് പറയരുതുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കരം എന്ന് പറഞ്ഞ പടം റിലീസായത്. ഞാനത് കാണാൻ തിയേറ്ററിൽ പോയി ചെന്നിട്ട് ഷോ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ മീഡിയ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവർ ചോദിച്ചതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇല്ല എന്നുള്ളതല്ല പിന്നെ എന്താ പറയുന്നത്, ഒരു ക്ലൂ അവർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും കൽപ്പിച്ചില്ല എന്ന് എല്ലാവരോടും അങ്ങ് പറഞ്ഞു. ദൃശ്യം 3-യുടെ പോസ്റ്റർ വന്നപ്പോൾ പോലും ചേട്ടൻ്റെ ഫോട്ടോ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ചേട്ടൻ്റെ വെച്ചുള്ള പോസ്റ്റർ. നമ്മുടെ പേരെങ്ങനെ പറയും ഒന്നും ചെയ്തില്ല ആരും. അതിൽ എന്താണ് അതിൻ്റെ അതൊരു വലിയ കാര്യമാണ്. മലയാളികൾക്ക് സിനിമയോടുള്ളൊരു ഇഷ്ടം തന്നെയാണ്. സ്പോയിലേഴ്സ് ഒന്നും ആരും പറഞ്ഞില്ല. ഒരു വില്ലനുണ്ട് എന്ന് പറയുന്നതല്ലാതെ ആരാണെന്നോ ഒരു ക്ലൂ കൊടുക്കുക ഒന്നും ചെയ്തില്ല ആരും. അതിന് വലിയൊരു കാര്യമാണ്.
ഇപ്പം ആ സിനിമയിൽ ചേട്ടൻ്റെ ഒരു പവർ പാക്ക് പെർഫോമൻസ് എനിക്ക് തോന്നുന്നു മൂന്നാം എത്തുമ്പം അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു എലിവേഷൻ നടന്നിട്ടുണ്ട്. ചേട്ടൻ എനിക്ക് തോന്നുന്നു ചില അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടൻ്റെ കണ്ണ് കുറച്ചൊന്ന് ചുമപ്പ് കൂടിപ്പോയി, സഹദേവനെ കണ്ണ് ഇത്രയും ചുമപ്പിക്കണമായിരുന്നോ എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ, ജിത്തു സാറിന്റെ ഇതായിരുന്നോ അല്ല, തീരുമാനം? അത് നമ്മൾ ചെന്നപ്പോൾ തന്നെ ജിത്തുഭായ് ആദ്യം പറഞ്ഞ റെഫറൻസ് നമ്മുടെ കുഞ്ഞിക്കൂനിലെ സായി ചേട്ടൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ്. കാരണം അതിൽ സായി ചേട്ടൻ ലോറിയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു പേടിയുണ്ട്, നമുക്ക് ഇയാൾ ഇനി ഇവരെ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം ആ സെയിം പേടി ഇൻ്റർവെൽ ടൈമിന് ഈ സഹദേവനെ കാണിക്കുമ്പോൾ ഉണ്ടാവണം. നമ്മൾ ഫസ്റ്റിൽ കണ്ട സഹദേവൻ ഒരു പോലീസുകാരനായിരുന്നു, കുറച്ച് തട്ടിപ്പും വെട്ടിപ്പൂടായ്പൊക്കെ ഉള്ള ഒരു പോലീസുകാരൻ. പക്ഷേ പുള്ളിയുടെ ഭാഗത്തായിരുന്നു സത്യം. ദൃശ്യം ഫസ്റ്റ് കണ്ടിട്ട് ഇപ്പോഴും സഹദേവൻ എന്ത് തെറ്റാ ചെയ്ത്, അയാൾ സത്യമല്ലേ പറഞ്ഞത്, അയാളുടെ ഭാഗത്തല്ല സത്യം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് കറക്റ്റാണല്ലോ അത്. പക്ഷേ ഈ തേർഡിൽ ഇയാളെ കാണിക്കുമ്പം ഇയാൾ ഇവരുടെ ലൈഫിൽ ഇവരെ ഒരുപാട് ടോർച്ചർ ചെയ്യുമെന്നുള്ളതൊരു ഫസ്റ്റ് ലുക്കിൽ തന്നെ വേണം. അപ്പോൾ ആ ഡിസ്കഷനിലാണ് ജിത്തുവായാണ് പറഞ്ഞത് നമുക്ക് ആ റെഫറൻസ് എടുക്കാം. അപ്പോൾ കണ്ണൊന്ന് കുറച്ചൊന്ന് റെഡാക്കാം, പിന്നെ താടി ഇനിയിപ്പം കട്ട് ചെയ്യരുത്, അങ്ങനെ വളർത്തിക്കും, മീശ പിരിച്ച് വെക്കാം, വേറൊരു വിഗ് പരിപാടിയൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ കണ്ണ് ചുമപ്പിക്കാൻ സാധാരണ ആക്ടേഴ്സ് ആ സമയത്ത് ഗ്ലിസറിന് ഇട്ടിട്ടൊക്കെയാണ് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പ്രഷർ കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് റെഡായിട്ട് വരും. പക്ഷെ അത് കുറേ സമയം നിൽക്കില്ല. നമുക്കിത് കുറേ സമയം ഇതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമല്ലോ ഇത്. അപ്പം അതുകൊണ്ടാണ് ഈ ചുണ്ടപ്പൂ എന്ന് പറഞ്ഞൊരു പൂവാണ് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. കഥകളി നടന്മാർ അത്തരത്തിലുള്ള കഥകളി വേഷങ്ങൾ ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്നതാണ് ഈ ചുണ്ടപ്പൂ. വളരെ റയറായിട്ട് അത് കിട്ടുള്ളൂ. എനിക്ക് തോന്നുന്ന കലാമണ്ഡലം ആ ഏരിയയിലൊക്കെ അത് ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ മേക്കപ്പ് മാന്മാരെടുത്ത് സൂക്ഷിച്ച് വെക്കുന്നതാണിത്. അപ്പോൾ അതിനകത്തൊരു ചെറിയ തരി ഇട്ട് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറത്തേക്കിന് അങ്ങനെ കിടന്നോളൂ. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ചെറിയൊരു തരി, ഒരു പൂവിൻ്റെ ഒരു ബ്ലാക്ക് ഒരു തരി പോലെ ഉണ്ടാവുള്ളൂ. അത് ഇട്ട് കഴിഞ്ഞാൽ ഇടുന്ന സമയത്ത് എന്തോ പിന്നെ നമ്മളത് അറിയില്ല. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. പക്ഷേ ഇതിൻ്റെ ഒരു റെഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കുറയ്ക്കാൻ പറ്റില്ല. മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ അത് കൂടിപ്പോയത്. നമുക്കതൊന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജിത്തുബായുടെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള രംഗങ്ങളാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു പക്ഷേ നമുക്കിപ്പം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് പറ്റിയ ഒരു പ്രശ്നമാണത്. അപ്പം തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നു. നമ്മളൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു സംവിധായകൻ്റെയോ നടൻ്റെയോ അല്ല, അത് പിന്നെ പ്രേക്ഷകരുടേതാണ്. അവരിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ വിമർശനവും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സ് നിറഞ്ഞ് അവരുടെ വിമർശനങ്ങൾ അംഗീകരിക്കുകയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്, നമുക്ക് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല ചേട്ടാ, ഈ കണ്ണിന്റെ കാര്യമില്ല, അപ്പോൾ ഇത് എന്തെങ്കിലും കണ്ണിലിട്ടാൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരും? ഒന്നും വരില്ല. അങ്ങനത്തെ വർഷങ്ങളായിട്ട് കഥകളി ആക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണത്. അങ്ങനെ ഒന്നും ഒരു റിയാക്ഷനോ അങ്ങനെ ഒന്നും വരില്ല. അപ്പോൾ അവരതങ്ങനെ ഭംഗിയായിട്ടാണ് അത് നെയ്യിലൊക്കെ ഇട്ട് വെക്കും. അവർ ചീത്തയാവാതിരിക്കാൻ നെയ്യിലൊക്കെ ഇട്ട് വെച്ചിട്ട് ആ നെയ്യ് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കണ്ണിൽ ഇടുന്നത്. അപ്പോൾ അത്രയ്ക്ക് നീറ്റായിട്ടാണ്, ക്ലീനായിട്ടാണ് അവരത് സൂക്ഷിച്ചു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ റിയാക്ഷൻസ് ഒന്നും നമുക്കുണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ലാലേട്ടനും ചേട്ടനും തമ്മിലൊരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അതിനകത്ത് എന്നെ കൊല്ലല്ലേ എന്ന് ഒരുപാട് അതിന് ചേട്ടൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിൻ്റെ ഒരു ലോജിക്കൽ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എന്താണെന്നറിയോ, അത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തോന്നിയിട്ടുണ്ട്. കാര്യം എൻ്റെ മനസ്സിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഒരു ഫൈറ്റൊക്കെ വേണമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇയാളൊരു ഇങ്ങനെ നിൽക്കുന്നൊരു ക്യാരക്ടറല്ല ഇയാൾ. അപ്പോൾ ഇയാൾ അത്ര പെട്ടെന്ന് ഇയാൾ തോൽക്കാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ജിത്തുബായിട്ട് ആക്ച്വലി ഞാൻ ഡിസ്കസ് ചെയ്തില്ല അത്. കാരണം അദ്ദേഹം ഒരു സംഭവം എഴുതി വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ടാവും. അപ്പം ഞാൻ ഇത്രയും ട്രോളുകൾ വന്നതിന് ശേഷം ഞാൻ ജിത്തുബായിനെ കണ്ടപ്പം ഞാൻ ചോദിച്ചു, ജിത്തുബായി എന്താണത് എല്ലാവരും പറയുന്നത്, എന്താണ് അതിനുള്ളൊരു? അപ്പം എന്നോട് പറഞ്ഞു, ഷാജോണേ, നമ്മളിപ്പം എത്ര വലിയ ഒരു എന്താണ് ഒരു ക്രിമിനലാണെന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അയാളുടെ ജീവനൊരു ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ കാലെ പിടിച്ച് ചിലപ്പോൾ കെട്ടിപ്പിടിച്ച് കരയും, എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. സിനിമയിൽ അത് വന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, വലിയ ഗുണ്ടകളും ആൾക്കാരും 10 പേരുമായിട്ട് നടന്നു പോകുമ്പോൾ ഒരു ഗുണ്ടയുടെ ധൈര്യം ആയിരിക്കില്ല അയാൾ ഒറ്റയ്ക്കുള്ളപ്പോൾ. അയാളുടെ നേരെ ഒരു വാളുമായിട്ട് വന്നാൽ കത്തിയായിട്ട് വന്നപ്പോൾ ചിലപ്പോൾ ഓടും, അല്ല അയാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ നോക്കുകയുള്ളൂ. അപ്പം ഇതൊരു എന്താണ് ഒരു ന്യായീകരിച്ച്
മെഴുകുക എന്നൊക്കെ പറയത്തില്ല, ആ രീതിയിൽ കാണരുത്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, അതൊരു ആസ് എ റൈറ്റർ പുള്ളി ആ ക്യാരക്ടറിനെ അങ്ങനെ ആയിരിക്കാം അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കാൻ അവിടെ ആരും ഉണ്ടായിട്ടില്ല. ജോർജ് കുട്ടിയും അത്തരക്കാരനാണെന്ന് കരുതിയിട്ടാവാം ഇദ്ദേഹം ജോർജ് കുട്ടീനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജോർജ് കുട്ടി ഒരു സിറ്റുവേഷനിൽ ഒരു കത്തിയായിട്ട് ഇയാളുടെ മുന്നിൽ വരുമ്പോൾ ഇയാൾക്ക് ജീവന് കൊതിയുണ്ടാവില്ല, അപ്പോൾ പറഞ്ഞതായിരിക്കാം. അല്ലെങ്കിൽ ആ പറഞ്ഞതിന് ചിലപ്പം ഉള്ള മറുപടി അദ്ദേഹം 4ലോ 5ലോ ഒക്കെ കൊണ്ടുവന്നെന്ന് ഇരിക്കാം. ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു സഹദേവന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം എന്നൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, പറഞ്ഞുകൂടാ. അപ്പം എനിക്ക് സഹദേവന്റെ ആ ഒരു ദൗർബല്യമാണ് അവിടെ. അതെ, തന്നെയാണ് അദ്ദേഹം അത് കാണിച്ചിട്ടുള്ളത്. അത് പിന്നീടുള്ള ഏതെങ്കിലും 4 or 5 ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അതിനൊരു ക്ലാരിറ്റി വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ 4ല് ഇപ്പൊ ഞാൻ ചോദിച്ചാലും പറയാൻ പറ്റില്ല. അല്ല, 4 ഉണ്ടോ ഇല്ലോ എന്ന് എനിക്കിപ്പോഴും പറയാൻ അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ഈ വണ്ടിറങ്ങിയപ്പോഴും നമ്മൾ 2nd 3rd ഒന്നും ഉണ്ടാവും വിചാരിച്ചല്ലല്ലോ. ഇപ്പം 3ഡിൻ്റെ ഒരു എൻഡ് കാണുമ്പോൾ നമുക്ക് ഒരു 4 ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്താണ് ഇത്രയധികം ഒരു ക്ലാസിക് എഴുതിയിട്ടുള്ള അദ്ദേഹം വെറുതെ ഒന്ന് ഒരു സാധനം എഴുതി വെക്കില്ലല്ലോ. അത് ആസ് ആൻ ആക്ടർ നമുക്ക് ചിലപ്പം ചില ഇത് തോന്നിയേക്കാം, പക്ഷേ ഞാനത് ചോദിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിനോട്. കാര്യം അദ്ദേഹം ഒരു ക്രാഫ്റ്റ്മാനാണ്, അദ്ദേഹം അത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് പ്രൂവ് ചെയ്തൊരാളാണ്. അദ്ദേഹം ഇനിയും പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിലും ഭംഗിയുള്ള കഥകളും കഥാപാത്രങ്ങളും എല്ലാം അദ്ദേഹം എഴുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചിലർക്കത് തോന്നാം, അത് പ്രേക്ഷകരുടെയും തെറ്റല്ല. അവർക്ക് അവരെ ഫുള്ള് സാറ്റിസ്ഫൈഡ് ചെയ്തില്ലെങ്കിൽ അവരത് തീർച്ചയായിട്ടും അവർ പറയും, അവരുടെ പ്രശ്നമല്ലത്. ഏതായാലും ചേട്ടന്റെ മകളായിട്ട് അഭിനയിച്ച വീണയും ട്രോളി കയറി. ആ സമയത്തൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. ഇപ്പം ഞാൻ ആ കാര്യവും ഞാൻ ജിത്തുവായിട്ട് ചോദിച്ചാണ്. ജിത്തുവായി പറഞ്ഞ ഷാജാൻ അപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ വണ്ടിയുണ്ട്, ഇവരുടെ ഒരു ജീപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ജീപ്പ് അപ്പുറത്തുണ്ട്. അപ്പം നിങ്ങൾ ലാലേട്ടനും ഷാജാനും കൂടെ സംസാരിക്കുന്ന സമയത്ത് ബാക്ക് ഡ്രോപ്പിൽ വീണ ആ ജീപ്പ് കഴുകിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പ്ലാൻ. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള അത്രയ്ക്കും എന്താണ് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറകിലൊരാൾ അങ്ങനെ ഒന്ന് കഴുകിക്കൊണ്ടിരിക്കുന്നത് തന്നെ ബോറാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധ പോവും. അതുകൊണ്ടാണ് ആ ഏരിയ വിട്ടത് എന്ന് പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ അതും ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മേക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ചില എന്താണ് അദ്ദേഹത്തിന്റെ അവകാശങ്ങളുണ്ടല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ചേട്ടൻ റിവീൽ ആവുന്ന സമയത്തുണ്ടല്ലോ, വീണ ബക്കറ്റും എടുത്തുകൊണ്ടൊന്ന് വീണ അങ്ങ് പോവുമല്ലോ. പിന്നെ മുന്നോട്ടുള്ള സ്റ്റോറി ഹോൾഡ് ചെയ്യുന്നത് സഹദേവനാണ്. സഹദേവൻ എന്നുള്ള ക്യാരക്ടറാണ്. വീണയുടെ ക്യാരക്ടർ പോയി, പിന്നെ സഹദേവനാണ് മുന്നോട്ടുള്ള ക്യാരക്ടർ ഹോൾഡ് ചെയ്യുന്നത്. എനിക്കൊന്ന് ആ ഒരു പോയിന്റിലാണെന്ന് തോന്നുന്നു ഈ ട്രോള് വരാൻ കാരണം. പിന്നെ പുള്ളിക്കാരി എങ്ങോട്ട് പോയി എന്നുള്ളത്. ആക്ച്വലി പുള്ളിക്കാരി ഉണ്ട് ലാസ്റ്റ് ഈ പോകുന്ന യാത്രയിലെല്ലാം. അത് കഴിഞ്ഞുണ്ട് ഞാനും വീണയും കൂടെ ജീപ്പിൽ പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതെല്ലാം പ്ലാൻ ചെയ്യുന്നത്, അതായത് അവിടെ പോകണം, അവിടെ നിന്ന് ഏതാണ് ഈ രജിസ്ട്രേഷൻ നടന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് ഈ സമയത്തെല്ലാം വീണയുണ്ട്. ആ സിനിമ ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പക്ഷെ അതുവരെ വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ഇരുന്ന ഒരാൾക്ക് പിന്നീട് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാതായി പോയെന്നുള്ളതാണ് പ്രേക്ഷകർ പറയുന്നത്. അപ്പോൾ അത് ഇപ്പം ഇയാൾ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ കാരണം അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുപോകുന്നത് സഹദേവനാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കാം. ഏതായാലും ഈ ദൃശ്യം 1 എനിക്കിപ്പോഴും നമ്മളെ മനസ്സിൽ നിന്ന് പോവാത്തൊരു സീനാണ്. കാരണം ചേട്ടൻ കണ്ണാടി നോക്കിക്കൊണ്ട് ലാലേട്ടൻ്റെ ആ ഞെട്ടലുണ്ടല്ലോ, ആ ഒരു സെക്കൻഡിലുള്ള ലാലേട്ടൻ്റെ ഞെട്ടലിൽ ചേട്ടൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറുന്നത്, സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പ്രഷൻ്റെ ആ ഒരു മാറ്റം ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു സഹദേവ് ചേട്ടൻ, പിന്നെ നമുക്കവിടെ ഷാജോടെ കാണാൻ പറ്റുന്നില്ല, നമ്മളെ മനസ്സിൽ സഹദേവൻ മാത്രമേ ഉള്ളൂ. ആ എക്സ്പ്രഷനൊക്കെ ഇട്ട ആ ഒരു അത് അങ്ങനെ ജിത്തു സാർ പറഞ്ഞതാണോ അതോ ചേട്ടൻ്റെ ഇംപ്രൊവൈസേഷൻ ആണോ? തീർച്ചയായിട്ടും അതൊന്നും നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നതാണ്. കാര്യം നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുന്നതാണല്ലോ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് ഇട്ട് തരികയാണ്, ഇതാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് ദൃശ്യം 1 4-5 ഷോട്ട് പോയിട്ടുള്ളത് ആ ഒരു ഷോട്ടാണെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഏകദേശം നമുക്ക് ഡയലോഗ്സ് പറഞ്ഞ് പോവുക, ഇടിയും ബഹളം, പുല്ലുവട അതിനെ കാണിച്ചു തരാം, ഇങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് വളരെ റെയറായിട്ടൊരു ആക്ടറിന് കിട്ടുന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ആ ഒരു ഷോട്ടിനെ, ആ പർട്ടിക്കുലർ ഷോട്ടിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതെടുത്തിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരാണ്, ഷാജോനെ കണ്ണാടി നോക്കിയിട്ടാണ് ഇത് പറയേണ്ടത്. അപ്പം ആക്ച്വലി അവിടെ ആ സമയത്ത് ലാലേട്ടനില്ല, അപ്പുറത്ത് ആരുമില്ല. ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ നമ്മളോട് പറയുന്നത്, ഇതാണ് കണ്ണാടി, ഈ കണ്ണാടി നോക്കുമ്പം ലാലേട്ടൻ്റെ ഇത് ഇവിടെ റിഫ്ലക്ഷൻ ഇതിനകത്തുണ്ട്, അത് കണ്ടിട്ടാണ് എക്സ്പ്രഷൻ മാറണം എന്നൊക്കെ ഇങ്ങനെ ഒരു കൈ വെച്ചിട്ടാണ്, ക്യാമറയുടെ അപ്പുറത്തൊരു കൈ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ റൈറ്റർ ഡയറക്ടർ എന്ന് പറയുന്ന ജിത്തുഭായി നമ്മൾക്കത് പറഞ്ഞു തരികയാണ്.
ഇയാൾക്ക് ജോർജ് കുട്ടിയോട് ഇത്രയധികം ദേഷ്യമുണ്ട്, എത്ര നോക്കിയിട്ടും അതിനൊരു തെളിവ് കിട്ടുന്നില്ല, സഹദേവൻ പറഞ്ഞിട്ടാരും വിശ്വസിക്കുന്നില്ല, അതിനൊരു പ്രൂഫ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാളുടെ മുഖത്തു നിന്നുള്ള റിയാക്ഷനാണ് ഇയാൾക്കുള്ളൊരു ആകെപ്പാടെ ഒരു ക്ലൂ, ഇയാൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതറിയുമ്പോൾ ഒരു സന്തോഷവും വേണം, അപ്പോൾ അതറിഞ്ഞ് ഇനി നിന്നെ കാണിച്ച് തരാടാന്നുള്ളൊരു ഇതും വേണം, അതിൻ്റെ ഒരു സന്തോഷം, എല്ലാം ദേഷ്യവും എല്ലാം കൂടെ വേണമെന്ന് പറയണം. അപ്പോൾ ഒരു 2-3 തവണ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ ഇത് പറയുമ്പോഴല്ലോ ഒരു കൈ നോക്കിയിട്ടാണ് ചേട്ടൻ നോക്കിയിട്ടാണ്, അപ്പോൾ ആ കയ്യിലാണ് റിയാക്ഷൻ കാണേണ്ടതും. ലാലേട്ടൻ അവിടെ നിന്ന് ഞെട്ടി നോക്കുന്നതല്ല, അവിടെ ആക്ച്വലി അത് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ മിററിലോട്ട് പ്ലേസ് ചെയ്യാനുള്ളത്. എനിക്കൊരു ആക്ടർ എന്നുള്ള നിലയിൽ എത്രത്തോളം ടഫാണ് ആ ഒരു ഇതെന്നുള്ളതുണ്ടല്ലോ. പിന്നെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ ടഫ് തന്നെയാണ്, എളുപ്പമല്ല ഒരിക്കലും. നമ്മൾ അതിന് എന്താണ്, പിന്നെ ഇതുപോലൊക്കെ അത് ദൈവാനുഗ്രഹമാണോ. നമ്മളിത് രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ അഭിനയിച്ചേക്കാന്ന് പറഞ്ഞ് ചെല്ലുന്നതല്ലോ. നമ്മളോട് ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളത് വായിക്കും, അതെങ്ങനെയാണ് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ചിലപ്പോൾ മാറാൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് അങ്ങനെ പ്രിപ്പയർഡായിട്ട് പോകാറില്ല ഒന്നും ഷൂട്ട് ചെയ്യുമ്പോൾ. അവിടെ ചെന്ന് ഡയറക്ടർ എന്താണോ പറയുന്നത് അത് നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ ഇട്ട് നമ്മളൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ചില ഡയറക്ടേഴ്സ് പറയും അത് വേണ്ട എനിക്കിത് തന്നെ വേണമെന്ന് പറയും. അപ്പോൾ അവർ പറയുന്ന പോലെ തന്നെ നമ്മൾ അഭിനയിക്കും. അതല്ല നമ്മൾ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും ബെറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയാം ഓക്കെ നമുക്കിത് തന്നെ പിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡയലോഗ് വേണ്ട, അത് ഇങ്ങനൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, അതൊന്ന് ബെറ്റർ ആകും, അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതൊക്കെ നന്നായി വരുന്നത്. അതല്ല ഒരു ആക്ടറുടെ ഒരു കഴിവ് മാത്രമല്ല, അതെല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പം പ്രിപ്പറേഷനൊന്നും ഇല്ലാതെയാണ് സെറ്റിൽ വരുന്നതെന്ന്. ഇപ്പം ഏതെങ്കിലും സിനിമ ചേട്ടൻ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ടല്ലോ, ഏതെങ്കിലും സിനിമ ഒരു ക്യാരക്ടർ ചേട്ടൻ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനെ അതിനൊരു ആവശ്യം വേണ്ടി വന്നൊരു ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടോ? ഒറ്റ ക്യാരക്ടർ ഉള്ളത് ആട്ടത്തിലെ ക്യാരക്ടർ. അതിന് ഡ്രാമ ചെയ്യണം, കാര്യം അതിൻ്റെ താളം എല്ലാം ഒന്ന് വേറെയാണ്. അപ്പം ഞാൻ ഇതുവരെ അത് കണ്ടിട്ട് പോലും ഇല്ല ആക്ച്വലി, സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ സിനിമയല്ല, ആ ടൈപ്പ് ഒരു ഡ്രാമ. നമ്മൾ കണ്ടിട്ടുള്ള നാടകം എന്നൊക്കെ പറഞ്ഞാൽ പഴയ അങ്ങനത്തെ ഉള്ള നാടകമാണല്ലോ നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന ആ നാടകമാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതല്ല, ഇവരുടെ ഒരു താളവും ഒരു ഡയലോഗ് ഡെലിവറി എല്ലാം വേറെയാണ്. അപ്പോൾ എന്നോട് ഡയറക്ടർ ആവശ്യപ്പെട്ടു അവിടെ പോകണം, അവരുടെ ഡ്രാമയ്ക്കൊപ്പം 1-2 ദിവസം റിഹേഴ്സൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർ നാടകം ചെയ്യുന്ന അവരുടെ കളരിയിൽ പോയി അത് പഠിപ്പിക്കാൻ അവരുടെ ഒരു മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവരും എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാനൊരു 2 ദിവസം അവിടെ പോയി ഇവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ ആണ് ഫസ്റ്റ് ആ സ്റ്റേജ് എടുക്കുന്നത്. അപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന ബാക്കി എല്ലാവരും ഇത് ചെയ്യുന്നവരാണ്, ബാക്കി എല്ലാ ആക്ടേഴ്സും ഞാൻ മാത്രമാണ് വേറൊരാളുള്ളത്. അത് തോന്നാനും പാടില്ല. അപ്പൊ അത് അങ്ങനെ തോന്നിയില്ല, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് ഒരുപാട് സന്തോഷമുള്ളത്. അത് നമ്മളല്ല പറയേണ്ടത്, അവർ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതാണ് വലിയ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ തോന്നിയില്ല ആ ഡ്രാമ ചെയ്യുമ്പോഴും അവരുടെ അതേ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ കൂടെ തന്നെ. കാര്യം അവരെല്ലാം സുഹൃത്തുക്കളാണ്, ഒരു 10-18 വർഷമായിട്ട് ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളാണ് ഡയറക്ടറും ഇവരും എല്ലാവരും. അപ്പം അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് തോന്നരുതല്ലോ ആ ഒരു ബാക്ക് സ്റ്റേജൊക്കെ ഷൂട്ട് ചെയ്യുമ്പം. അപ്പം ആ സമയത്തും അങ്ങനെ ഫീൽ ചെയ്തില്ല എന്ന് അവരുടെ കൂടെയുള്ള ബാക്കി ഡ്രാമ ആക്ടേഴ്സൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പം ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ വേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ഒരിക്കലും ആവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യും. പ്രത്യേകിച്ച് ഈ ദൃശ്യം പോലുള്ള സിനിമകളൊക്കെ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കണം നമുക്ക് പറയേണ്ടത്, ഈ ഡയലോഗ് ഇങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതൊക്കെ നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും. അതൊക്കെ ഉണ്ടാവും, തീരെ ഇല്ലാതെ ചുമ്മാ എന്നിട്ട് അഭിനയിക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും നമ്മളായിട്ടൊന്നും പ്ലാൻ ചെയ്യില്ല, ഇങ്ങനെ അങ്ങ് അഭിനയിച്ചേക്കാമെന്ന് പ്ലാൻ ചെയ്യില്ല. നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒരു വേഗമായിട്ട് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും, ഇങ്ങനെ ഇവിടെ പോസ് ചെയ്യാം, ഇതിട്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ മറ്റേ ഡയലോഗ് ഈ സെൻറ്റൻസ് എടുത്ത് ഇവിടെ പറയാം. അപ്പോൾ നമ്മളത് ആദ്യം ചോദിക്കും ഡയറക്ടേഴ്സിനോട്, ഞാൻ ഈ ലാസ്റ്റ് സെൻറ്റൻസ് ഞാൻ ആദ്യം പറഞ്ഞോട്ടെ, അപ്പോൾ ഇവിടെ ഒരു ഹുക്ക് കിട്ടുമല്ലോ. ചിലപ്പോൾ അവരത് ചിന്തിച്ചിട്ടുണ്ടോ, അവർ പറയാം ഓക്കെ അങ്ങനെ പറഞ്ഞു എന്ന് പറയാം, അല്ലെങ്കിൽ പറയാം അല്ല വേണ്ട അത് മതി, എന്നാലേ മറ്റേ ആൾക്ക് ഇത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും. അത് പ്രിപ്പറേഷൻ തന്നെയാണ്, അതൊക്കെ ഉണ്ടാവും. അതല്ലാതെ ഒരു ഭീകര പ്രിപ്പറേഷനായിട്ട് പോകാറില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ചെയ്യുന്ന അവസരങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ദൃശ്യത്തിൽ ക്ലൈമാക്സിൽ എസ്തറിനെ ഉപദ്രവിക്കാനായിട്ട് കൈ പൊക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ. കാരണം അതൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സീനാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ചേട്ടൻ്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു? നമ്മളവിടെ എന്താണ് ഈ പറഞ്ഞത്, അൻസിബയൊക്കെ നമ്മുടെ അടുത്ത കുട്ടിയാണ്, നമ്മൾ തമാശയൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്.
പക്ഷെ എന്തോ ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾ ആ സമയത്ത് നമ്മളതങ്ങ് ചെയ്തു പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ നമുക്കത് അതിൻ്റെ വ്യക്തമായിട്ടൊരു മറുപടി നമുക്ക് പറയാനില്ല. ആക്ച്വലി നമ്മളറിയാതെ നമ്മളിൽ ആ ക്യാരക്ടർ ഉണ്ടാവും. നമ്മളൊരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിൽ അറിയാതെ ആ ക്യാരക്ടർ ഉണ്ടാവും. നമ്മൾ അതുവരെ ചെയ്യാത്ത ചില മാനറിസങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് വരും, നോട്ടവും സംസാരവും. ഞാനൊരിക്കലും സഹദേവനെ പോലെ പെരുമാറുന്ന ഒരാളോ അങ്ങനെ സംസാരിക്കുന്ന ഒരാളോ ഒന്നുമല്ല. എന്നെ അറിയാവുന്നവർക്ക് അറിയാവുന്നത്. പക്ഷെ അത് എന്താണ്, ആ സ്ക്രിപ്റ്റ് വായിച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് ഒരാളിങ്ങനെ വരും. അപ്പം നമ്മൾ ഡയലോഗ് പറഞ്ഞു വരുമ്പോഴോ നമ്മൾ തല്ലുമ്പോഴോ അതൊക്കെ ഒരു, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നതെല്ലാം മോഹൻലാലിനെ പോലെ ലാലേട്ടനെയൊക്കെ പോലെ നമ്മൾ ജനിച്ചപ്പം മുതൽ കാണുന്ന കണ്ടു പരിചയിച്ച ഒരാളുടെ മുന്നിലൊക്കെ നിന്നിട്ട് നമുക്കൊരിക്കലും പ്ലാൻ ചെയ്തൊന്നും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. അതൊക്കെ ഒരു ദൈവാനുഗ്രഹവും ഒക്കെയാണത്. മനസ്സിലായില്ലേ? ലാലേട്ടൻ്റെ ഒക്കെ മുന്നിൽ കുത്തിരി പിടിച്ച് മുഖത്തോട്ട് സിഗരറ്റ് ഊതുക എന്നൊക്കെ പറയുമ്പം നമുക്ക് ഉള്ളിലൊരു പേടിയുണ്ടാവും. പക്ഷെ എന്തോ ഒരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പേടിയൊന്നും അങ്ങനെ വരില്ല. അത് നമ്മളങ്ങ് അഭിനയിച്ച് പോകും. അതൊരു ദൈവാനുഗ്രഹവും പിന്നെ അതുപോലുള്ള സീനിയേഴ്സിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ടാണ്. നമുക്കറിയാം നമ്മൾ ഇച്ചിരി തെറ്റിച്ചാലും അവരങ്ങനെ ദേഷ്യപ്പെടില്ല, നമ്മളെ കംഫർട്ടാക്കും എന്നൊക്കെ അറിയാം. ആ സിഗരറ്റ് മുഖത്തെ കൂതുന്ന ആ ഷോട്ട് മാത്രം, കാര്യം കാറ്റുണ്ടല്ലോ എന്ന്. അപ്പം ഞാനാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാളല്ല. അപ്പം നമ്മൾ ഈ ഷോട്ട് സിനിമയ്ക്ക് വേണ്ടി വലിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വലിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് ഇങ്ങനെ എന്താണ് അതിൻ്റെ ഒരു ആ തിക്നെസ് വേണം, പ്രോപ്പറായി ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുക, ഊതി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പോകണം. അപ്പോൾ അതൊന്നും ചിലപ്പോൾ പെട്ടെന്ന് വരില്ല. ഒരു 6-7 തവണ ലാലേട്ടൻ്റെ മുഖത്തോട്ട് ഓക്കെ ഊതി. ഓരോ തവണ കഴിയുമ്പോൾ ഞാൻ കേട്ടോ സൂര്യലേട്ടൻ, മോനെ നീ പോടെ നീ ഊത് ഒന്നുറതൊക്കെയോ ചുമ്മാ ഊത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് നിൽക്കും. അപ്പോൾ അതൊക്കെയാണ് അവരുടെ സപ്പോർട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ അതെങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അത് നമുക്ക് അതിനൊരു മറുപടി ഇല്ല. അതൊക്കെ മേളിലിരുന്ന് ആരോ കൺട്രോൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതൊക്കെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ചേട്ടൻ ഈ ആട്ടത്തിൻ്റെ സമയത്തുണ്ടല്ലോ, ചേട്ടൻ മാത്രമാണല്ലോ സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡ്രാമ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചേട്ടൻ ഇതുവരെ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു നടൻ എന്നുള്ള നിലയിൽ, സിനിമയിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെന്തെല്ലാം കാര്യങ്ങളാണ് ചേട്ടൻ ഒരു ഡ്രാമ ആർട്ടിസ്റ്റുകളുടെ കൂടെ എത്തിയപ്പം അൺലേൺ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ അത് ജീവിതത്തിലും അതേ സിനിമയിൽ അഭിനയിക്കുമ്പോഴത് ഞാൻ അതിന് മുൻപ് ചെയ്ത ഒരു കാര്യവും ചിന്തിക്കാറില്ല. ഞാൻ ആ സമയത്ത് എന്താണോ അത് എൻജോയ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മറ്റേ ആൾ വന്നാൽ അത് എങ്ങനെയായിരിക്കും ചെയ്തത് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതെൻ്റെ ഒരു കുറവായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. ആ പ്രസൻറ്റ് ആ മൊമെൻറ്റ് നമ്മൾ എന്താണോ നമുക്ക് തോന്നുന്നത് അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതെ, ഞാൻ അങ്ങനെ ജീവിക്കുന്നവരാണ്. ഞാനിപ്പം ഞാൻ അനുപ്രിയ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുൻപ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ അനുപ്രിയ ചോദിക്കുന്നതനുസരിച്ച് എൻ്റെ ഓർമ്മയിൽ വരുന്ന പറയാമെന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ഒരു ചിന്തയില്ല. നമ്മൾ ആ സമയത്ത് ചെയ്യുമ്പോൾ അതങ്ങ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ആട്ടത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് എൻ്റെ ഒരു റൂട്ട് പിടിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റൊക്കെ ആ ഡയറക്ടർ മിടുക്കനാണല്ലോ, സ്ക്രിപ്റ്റ് എല്ലാം കംപ്ലീറ്റ് എല്ലാം പക്കയായിട്ട് പറഞ്ഞു തന്ന് പിന്നെ 1-2 തവണ റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞ് ഇവർ ഡയലോഗ് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാനൊന്ന് നോക്കി, ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ അവരുടെ കൂടെ അങ്ങ് കൂടുക, അതേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇച്ചിരി മാറി നിൽക്കുന്ന നമ്മളൊരു ആക്ടിങ് ഒരു പാറ്റേൺ നമ്മുടെ ഒരു സ്ഥിരം വരും. ഞാൻ ഇവരെ ഇങ്ങനെ വാച്ച് ചെയ്തു, ഇവരെങ്ങനെയാണ് ഡയലോഗ് പറയുന്നത്. അപ്പോൾ അവർ തെറ്റിക്കുമ്പോൾ ഡയറക്റ്റ് അതെല്ലാം കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെങ്ങനെ, അവർ വളരെ കൂളായിട്ട് വീട്ടിൽ ഇരുന്ന് അവർ പരസ്പരം പറയുന്നവർ പറയാണ്. അപ്പം ഞാനതൊന്ന് ശ്രമിച്ചു. അപ്പം അത് നന്നായെന്ന് അദ്ദേഹം പറഞ്ഞപ്പം അതാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും നോക്കിയില്ല. എന്തായാലും നമ്മളിലൊരു ബോഡി ലാംഗ്വേജും നമ്മുടെ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. നമ്മളത് എത്ര മാറ്റി വെക്കാൻ നോക്കിയാലും അതൊക്കെ കുറച്ച് കയറി വരും. പിന്നെ ഇതേപോലുള്ള ചില ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യാനെങ്കിലും പറ്റുള്ളൂ. ചില ക്യാരക്ടർ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഇതിനകത്ത് പുതിയതൊന്നും ചെയ്യാനില്ല, അവർക്കത് ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പല ആക്ഷൻസും അവർ തന്നെ ഇങ്ങോട്ട് പറയും, മറ്റേ പടത്തിൽ ഇങ്ങനെ റിയാക്ഷൻ ഇല്ല ചേട്ടാ, ഇങ്ങനൊരു സാധനം ഇല്ല, അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ.
ഞാൻ പറഞ്ഞു അത് ചെയ്തതല്ല നമ്മൾ, ഇല്ലട്ടോ അത് ഈ സ്ഥാനത്ത് വന്നോ അടിപൊളിയായിരിക്കും എന്ന് പറയാം. നമുക്ക് മനസ്സിലാവും അവർക്ക് ഇതാണ് വേണ്ടത്, നമ്മളൊന്ന് മാറ്റി ചെയ്യാന്ന് വെച്ചാലും അവർക്കതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാവും. നമ്മൾ അത് അങ്ങനത്തെ സിനിമകളും ഉണ്ട്. പിന്നെ ഈ ആട്ടം, ദൃശ്യം ഇതുപോലുള്ള ചില സിനിമകൾ വരുമ്പോഴാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നത്. എല്ലാ സിനിമയ്ക്കും അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ശരിക്കും മറുപടി. ഇപ്പം ചേട്ടൻ ഒരു കോമഡി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ചേട്ടൻ ദൃശ്യത്തിന് മുന്നേ കൂടുതലും കോമഡി റോൾസ് ആയിരുന്നു ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ട്രോൾസിലൊക്കെ ഉപയോഗിക്കുന്ന ചേട്ടൻ്റെ ഒരു ഡയലോഗുകളാണ്. പിന്നെ മൈ ബോസിലെ ഡയലോഗ് പാടില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു സുഖം. ഇത് ഇപ്പം എന്നെ കുറിച്ചുള്ള ട്രോളിലും ഇതുണ്ടായിരുന്നു, നീ എന്ത് തേങ്ങയുടെ പറയുന്നത്, അതിങ്ങനെ ആവർത്തിച്ചത് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അണ്ണൻ തമ്മിൽ മമ്മൂക്കിക്ക് ഉള്ള ഒരു റിയാക്ഷൻ ആയിരുന്നല്ലോ അത്. അതിന്റെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ, അത് പറഞ്ഞ സമയത്തുള്ളതൊക്കെ എന്തെങ്കിലും ചേട്ടനൊന്ന് അത് പറയുമ്പോഴൊന്നും ഈ പറഞ്ഞതൊക്കെ പിന്നീട് ട്രോളൊക്കെ എത്ര അടുത്തല്ലേ വന്നത്, അപ്പൊ അന്ന് ഇതൊന്നും അങ്ങനെ ഓർമ്മയില്ലല്ലോ ഒന്ന്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ അഭിനയിക്കുമ്പോൾ നമ്മളങ്ങ് പറയണത് എന്താണ്, നമ്മുടെ ബെനിച്ചേറിന് എഴുതി വെച്ച വരികളാണല്ലോ, അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ അവർക്കാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായി എന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രോളിലൊക്കെ നമ്മൾ എടുത്തിടുന്നത്. ബെന്നിച്ചേട്ടനാണ് അത് എഴുതിയത്. അപ്പം അത് ആ സമയത്ത് ആരും ചോദിച്ചു പോകും, മമ്മൂക്കയുടെ ഒരു സംസാരം അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ തേങ്ങ പറയുന്നത് മനസ്സിലാവുന്നല്ലോ പറഞ്ഞു പോകുന്നതാണ്. അതൊക്കെ അതിൻ്റെ ക്രെഡിറ്റ്സ് ഒക്കെ അതിൻ്റെ റൈറ്റേഴ്സിനൊക്കെ തന്നെയാണ്. അതുപോലെയാണ് മൈ ബോസില് മറ്റേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു സുഖം. സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്. അത് ആണുങ്ങൾക്കും അതെ പെണ്ണുങ്ങൾക്കും അതെ. നമുക്ക് ഇങ്ങനെ ആരെങ്കിലും കുറിച്ചൊരു ഗോസിപ്പ് പറയുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ് ആണല്ലോ അത്. അത് ചേട്ടൻ വളരെ പരസ്യമായിട്ടത് ആ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടെയാണ്. ഇപ്പോഴും നമ്മള് ഫ്രണ്ട്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ആരെങ്കിലും കിട്ടുമ്പോൾ എടാ ഓക്കെടാ എന്നാ ഗുഡ് നൈറ്റ്, രണ്ടുപേരെ പറ്റി പറഞ്ഞു ഓക്കെടാ ശരി, അതിനുവേണ്ടി മാത്രം ചുമ്മാ വിളിക്കില്ല. വിളിച്ചിട്ട് രണ്ടു കുറ്റം നമുക്കൊരു സുഖം, പിറ്റേ രാവിലെ അത് മറക്കും. പക്ഷെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും വിളിച്ച് ആരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ വെച്ച് രണ്ട് ചിരിയും ചിരിക്കും വെക്കും. അതൊക്കെ സ്ക്രിപ്റ്റിലുള്ളതായിരുന്നു അതോ ചേട്ടന്റെ? അല്ല, ജിത്തുവായിട്ട് തന്നെ സ്ക്രിപ്റ്റ് ആണല്ലോ മൈ ബോസ്, എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണ്. അതുപോലെയാണ് റിംഗ് മാസ്റ്ററിലെ മുത്തു ഡോക്ടർ അല്ലേ, ദിലീപിനൊപ്പം ഉള്ളത്. കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ കോമഡി ചെയ്യുന്നതിന്റെ ടൈമിംഗ് ഉള്ളൂ, ദിലീപിന്റെ ടൈമിങ് പക്ക ടൈമിംഗ് ഉള്ള ആക്ടറാണ് ഈ ദിലീപിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്ന. അതിനൊപ്പം ഈ ദിലീപിന്റെ ടൈമിങ്ങിനൊപ്പം പിടിച്ചു നിൽക്കാനായിട്ടുണ്ടല്ലോ. ഇപ്പം ചേട്ടൻ ഇപ്പോൾ കലാഭവന്റെ എക്സ്പീരിയൻസും അതെല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് ഇതിന്റെ ദിലീപിനോടൊപ്പം അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ ഷോട്ടും ആ ടൈമിംഗ് എല്ലാം കീപ്പ് ചെയ്യുന്നത്? അല്ല, അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ മിമിക്രി കളിച്ച് വന്നതിന്റെ ഒരു ഗുണമാണത്. കാര്യം മിമിക്രിയിലും നമ്മൾ പലരുമായിട്ടാണ് നമ്മൾ മിമിക്രിയിൽ നമ്മൾ സ്കിറ്റുകൾ ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു സ്പീഡ് വേറൊരു സ്പീഡാണ്. ആക്ച്വലി ആ സ്റ്റേജിൻ്റെ ആ ഒരു സ്പീഡാണ് ദിലീപേട്ടൻ്റെ സിനിമകളിലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും. ആ സ്റ്റേജിലെ കോമ്പിനേഷൻ തന്നെയാണ് സിനിമയിലും കൂടുതൽ വർക്കായിട്ടുള്ളത്. ഇപ്പം ദിലീപേട്ടൻ്റെ കൂടെ നോക്കുകയാണെങ്കിൽ സലിമേട്ടനാണെന്നുണ്ടെങ്കിലും അശോകൻ ചേട്ടനാണെന്നുണ്ടെന്നുണ്ടെങ്കിലും സുരാജ് ആണെന്നുണ്ടെങ്കിലും അതിനുശേഷം ഞാനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് കോമ്പിനേഷൻസ് ദിലീപേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാരണം ആ സ്റ്റേജിൻ്റെ അതേ ഒരു സ്പീഡിലാണ്. മിമിക്രി കളിച്ചു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന തമാശകൾ എങ്ങനെയാണോ കൗണ്ടർ അടിച്ച് നിൽക്കുന്നത് അതേ സ്പീഡിലാണ് അശോകൻ ചേട്ടനാണെങ്കിലും ട്രൈ ചെയ്തത്, സലിമേട്ടനാണെങ്കിലും ട്രൈ ചെയ്തത് എല്ലാം. അപ്പോൾ അതാണ് ആ ഒരു ടൈമിൽ, ആ ഒരു പീക്ക് ടൈമിൽ അത് ഹിറ്റാവാനുള്ളൊരു ഗുണം അതാണ്. അപ്പോൾ താൻ ചോദിച്ചതിൻ്റെ മറുപടി ഇതാണ്, നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് കിട്ടിയ ആ ഒരു ടൈമിങ് തന്നെയാണ്. നമ്മൾ ദിലീപേട്ടനോട് കുറേ ഷോസ് ഞങ്ങൾക്ക് പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും സ്റ്റേജിൽ നമുക്ക് ഒന്ന് കൂടിയിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കയറ്റി വിട്ടാൽ മതി, മനസ്സിലായില്ലേ? അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് ആ സ്റ്റേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എത്രയോ വർഷമായിട്ട് നമ്മൾ സ്റ്റേജിൽ കിടന്ന് നമ്മൾ മിമിക്രി ചെയ്യല. അപ്പം സാധാരണ ഒരു ട്രിപ്പ് പോകുമ്പം 3, 4, 5 ദിവസം റിഹേഴ്സൽ എടുത്ത് പോകുന്നതൊക്കെ നമ്മൾ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ട് എടാ നീ ഇത് പറയണം, എടാ അപ്പം നീ ഇത് പറയണം, ധർമ്മജ നീ ഇത് പറയണം, പിഷു നീ ഇത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നമ്മൾ കയറിയിട്ട് സ്കിറ്റ് ദൈവാനുഗ്രഹിച്ചൊക്കെ ഭയങ്കര ഹിറ്റുകളായിട്ടുണ്ട് സ്കിറ്റുകൾ. അപ്പോൾ അതൊക്കെ ഈ സ്റ്റേജിൻ്റെ ഒരു റിതം തന്നെയാണ്, സ്റ്റേജിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. ചേട്ടാ അതുപോലെയാണ് ഈ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന സിനിമയിലെ ഡയറക്ടർ. കാരണം ഞാൻ ചേട്ടൻ്റെ എപ്പോഴാണ് ബ്ലാസ്റ്റ് ആവുന്നതെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. കാരണം അയാൾ അത്രയും അയാളുടെ പേഴ്സണൽ ലൈഫിൽ അസ്വസ്ഥനായിരിക്കുന്ന ഒരു മൊമെൻറ്റിലാണ് ഒരാളിങ്ങനെ ചാൻസ് ചോദിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ ഒരു മൊമെന്റിൽ. കാരണം ആർക്കായാലും ദേഷ്യം വരും. അതാണ് എനിക്ക് ബിബിനും വിഷ്ണു എഴുതിയ സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ് കട്ടപ്പന ഹൃത്തിക് റോഷൻ.
അതിലെല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് കണക്റ്റ് ആവുന്ന ക്യാരക്ടേഴ്സാണ്. അവരുടെ അതിന് മുൻപും അതിന് ശേഷം അത് അവരുടെ സിനിമകൾ വന്നിട്ടുണ്ട്, ഹിറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ലെയറിലുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. നോർമൽ സാധാരണക്കാരായിട്ടുള്ള അതിന് മേളിലുള്ളവരുണ്ട്. പക്ഷേ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനകത്തൊരു 2 3 സീനി വന്ന ഈ ഒരു ക്യാരക്ടറിനെ പറ്റി നിങ്ങൾ പറയുന്നത്. ഞാൻ അതിന് മുൻപും അത് കഴിഞ്ഞും അങ്ങനത്തെ 3 4 സീനുള്ള വേഷങ്ങളൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ എടുത്തു പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഡയറക്ടർ. അത് നമുക്കങ്ങനെ കണക്ട് ചെയ്യാൻ, ആ ഒരു ഇമോഷൻ നമ്മളാണല്ലോ എന്ന് നമുക്ക് തോന്നും. അത് ഡയറക്ടറാണെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ഒരു വീട്ടമ്മയ്ക്ക് ഇപ്പോൾ തനിക്ക് തോന്നുന്നു പറഞ്ഞില്ല, അപ്പോൾ ഒരു സാധാരണ ഒരാൾക്കും ആർക്കും വേണമെങ്കിലും തോന്നാതെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ട് അതേപോലത്തെ സിറ്റുവേഷനിലൂടെ. അപ്പോൾ അതാണ് ആ സ്ക്രിപ്റ്റ്. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? കാരണം സിനിമ എന്ന് പറയുന്ന അറിയാലോ, ഒരുപാട് റിജക്ഷൻസ് നേരിടേണ്ടി വരും, അംഗീകാരങ്ങൾ നേരിടേണ്ടി വരും. ഇങ്ങനെ ഒരു റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ഡയറക്ടറിന്റെ അങ്ങനെ അപ്രോച്ചസ് ഇല്ല. അങ്ങനെ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ മിമിക്രി എന്ന് വന്നത് കൊണ്ട് തന്നെ നമ്മളെ മിക്കവർക്കും അറിയാം. മനസ്സിലായില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് വിളിച്ച് ഒരു ചേട്ടാ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഷാദന അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാര്യം നമ്മൾ നമ്മുടെ മിമിക്രി സ്കിറ്റുകൾ കണ്ട്, നമ്മുടെ സ്റ്റേജ് ഷോസിൻ്റെ വീഡിയോസും CD-യും എല്ലാം കണ്ട് ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും അവർ. അപ്പോൾ അതൊരു പുതിയൊരാളെന്ന് അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളോട് പെരുമാറുന്ന പോലെ അങ്ങനെ ആരും ഇതുവരെ എന്നോട് പെരുമാറിയിട്ടില്ല പേഴ്സണലി. അപ്പോൾ അതൊക്കെ ഇപ്പം തന്ന ഈ മിമിക്രി തന്നൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ എനിക്കൊന്നുണ്ടായിട്ടില്ല. ചേട്ടാ, ഇപ്പോൾ കോമഡി റോൾസിൽ നിന്ന് ഈ ഗൗരവമുള്ള റോൾസിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം സലീമേട്ടനാണെങ്കിലും സുരാജ് വെഞ്ഞാറമൂട്ടാണെങ്കിലും, ഇപ്പം തമിഴിൽ പറയുകയാണെങ്കിൽ വടിവേലു, അദ്ദേഹം മാമന്നൻ പെർഫോം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ തന്നെ ഒരു ഗ്രാഫ് തന്നെ മാറിയായിരുന്നു. അതുപോലെ തന്നെ ഈ ദൃശ്യത്തിൽ സഹദേവനായതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ്റെ കരിയറിൽ വലിയൊരു ഷിഫ്റ്റ് നടന്നു. അപ്പോൾ ഈ കോമഡി ചെയ്യാനാണ് ഏറ്റവും പാടെന്ന് എല്ലാവരും പറയെങ്കിലും ഈ ഗൗരവമുള്ള റോളിലേക്ക് ഹ്യൂമർ ചെയ്യുന്ന ഒരു ആക്ടർ മാറുമ്പോൾ അവർക്ക് കൂടുതൽ പ്രേക്ഷകർ കൂടുതൽ അവർക്ക് കുറച്ചൊരു ഗൗരവം കൊടുക്കുന്നു, കൂടുതൽ റെക്കഗ്നിഷൻ കൊടുക്കുന്നു എന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹ്യൂമർ ചെയ്യുമ്പം അതൊരു ആക്ടിങ് ആയിട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കോമഡി നമ്മളെ ചിരിപ്പിക്കുന്നു, ഓക്കെ, നമ്മുടെ അടുത്ത ആരോ ആണോ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇന്ദ്രൻ ചേട്ടനൊക്കെ നമുക്കൊരു ഇഷ്ടം നമുക്ക് പണ്ട് മുതലുള്ള, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ഇന്നസെൻ്റ് ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, ഇവരെല്ലാം നമ്മുടെ വീട്ടിൽ ആരൊക്കെ പോലെയാണ് ഇവരെല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് അല്ലേ? കാര്യം എന്താണ്, ഇവരെല്ലാം നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. ഇവരെ നമ്മളിങ്ങനെ ഒരു സിനിമയിൽ കണ്ടു കഴിയുമ്പം പിന്നെ നമ്മൾ ആ സിനിമ എന്താണെന്നോ ആ സിനിമയുടെ ടോട്ടാലിറ്റി ഒന്നും നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ ഇവരെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതൊരു ആക്ടിങ്, അവർ ആക്ട് ചെയ്യുകയാണെന്നോ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള, നമ്മളെ ചിരിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല, നമ്മൾ അവരെ അങ്ങ് ഇഷ്ടപ്പെടുക. പക്ഷെ നേരെ മറിച്ച് ഒരു സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇയാൾ കൊള്ളാൻ കേട്ടോ. ഇപ്പം ഇന്ദ്രൻ ചേട്ടൻ തന്നെ പറയുകയാണെന്നുണ്ട്, ഇന്ദ്രൻ ചേട്ടൻ ഒന്ന് മാറിയിട്ട് വേറെ ഓരോ ക്യാരക്ടേഴ്സ് വന്നപ്പോഴാണ് നമ്മൾ ഇന്ദ്രൻ ചേട്ടൻ നമ്മൾ പൊളിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിച്ച് കൊടുക്കും. ഇപ്പം അപ്പോഴാണ് അദ്ദേഹം അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആക്ച്വലി ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷെ ഹ്യൂമർ ചെയ്യുമ്പം ഇത്ര ഒരു വലിയ ജോലിയാണ് ഇവരൊക്കെ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതൊക്കെ തന്നെയാണ് എൻ്റെ കാര്യത്തിലൊക്കെ ഉള്ളത്. ഈ മൈ ബോസിലാണെന്നുണ്ടെങ്കിലും റിംഗ് മാസ്റ്ററിലാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഹ്യൂമർ സിനിമകൾ ഒരുപാടുണ്ട്. ദിലീപേട്ടനോടാണെങ്കിലും ലാലേട്ടനോടും നമുക്കോടൊക്കെ നമുക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ആൾക്കാർ കാണുമ്പോൾ നന്നായിട്ടുണ്ടോ, മറ്റേ പടം കൊണ്ട് പൊളി പൊളി കലക്കി ചെയ്യണം, ഞങ്ങൾ ചിരിച്ചു ഇങ്ങനെ അങ്ങ് പറയും. പക്ഷെ ഒരു ദൃശ്യം കണ്ടുകഴിയുമ്പോൾ ദൃശ്യത്തിൽ നിങ്ങൾ കൊള്ളാൻ കേട്ടോ എന്ന് പറയും. അത് ആ സീരിയസ് ക്യാരക്ടേഴ്സ് ആയതുകൊണ്ട്. അപ്പോൾ സീരിയസ് ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് ഒരാളൊരു നടനായി മാറുന്നതെന്നുള്ളൊരു മിഥ്യാധാരണ എല്ലാവർക്കും ഉണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഹ്യൂമർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാട്, ഹ്യൂമർ എഴുതാനാണ് ഏറ്റവും കൂടുതൽ പാട്, ഒരു ഹ്യൂമർ സിനിമ ഡയറക്റ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പാട്. അപ്പം ഇത് രണ്ടും ആക്ടിങ് തന്നെയാണ്. ഇത് രണ്ടും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ഭാഗ്യം കിട്ടിയ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരാളാണ് ഞാനെന്ന് നിങ്ങൾ പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെയാണല്ലോ ചേട്ടൻ വില്ലൻ റോൾസ്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പം നായകനൊപ്പം തന്നെ വില്ലനും ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. ഇപ്പം നായകന്മാരെക്കാട്ടും കൂടുതൽ ഫാൻസ് വില്ലന്മാർക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ലൂസിഫറില് ലാലേട്ടൻ്റെ ഇൻട്രോ സീനിൽ ലാലേട്ടൻ്റെ ഇടതുവശത്തായിട്ട് ചേട്ടൻ വരുന്നു. പക്ഷേ ആ ക്യാരക്ടർ ഒരു വില്ലനാണ് എന്നുള്ള ഒരു ഷിഫ്റ്റ് നടക്കുമ്പോഴാണ് ആ ക്യാരക്ടറിനോട് പ്രേക്ഷകർക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത്. ആ ഒരു ചേട്ടൻ്റെ ഒരു ഞെട്ടുന്നൊരു സീനുണ്ടല്ലോ, ലാലേട്ടൻ ചോദിക്കുന്നത് കുട്ടിക്ക് എങ്ങനെയുണ്ട് സുഖമാണെന്ന് പറയുമ്പോൾ ആ ഒരു സീനുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ചേട്ടാ ആ സമയത്ത് പെർഫോം ചെയ്തപ്പോൾ ആ കറക്റ്റ് ഞെട്ടലൊക്കെ നല്ല കറക്റ്റ് രാജുവിന് തന്നെയാണ്. ഞാൻ ആദ്യം ഒരു ഞെട്ടൽ ഞെട്ടിപ്പം രാജു അത് വേണ്ടെന്ന് പറഞ്ഞു.
ആ ഞെട്ടൽ വേണ്ട, അതല്ല ചേട്ടാ ഞെട്ടൽ. ഞാൻ ചെന്ത് പറ്റി പറഞ്ഞല്ല, ഇത് വേറൊരു സിനിമയിലെ ചേട്ടൻ ഇതുപോലെ ഞെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞൊന്ന് മാറ്റി പിടിച്ചു. അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് വരുമ്പം തന്നെ, അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളെ കൊണ്ട് നമ്മൾ സ്വയം കണ്ടിട്ടില്ലാത്ത നമ്മുടെ കുറേ റിയാക്ഷൻസ് ഉണ്ട്. ഇപ്പം താൻ സംസാരിക്കുമ്പോഴാണെങ്കിലും താൻ ചോദ്യം ചോദിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ അറിയാവുന്നവർക്ക് അറിയാമോ ഈ കുട്ടി ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും ചിരിക്കുന്നത്. അതല്ലാതെ തൻ്റെ ഒരു ശൈലി മുന്നോട്ടൊരാൾ കൊണ്ടുവരുമ്പോഴാണല്ലോ താൻ പറഞ്ഞത് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നല്ലേ. അതെല്ലാം ഈ പറയുന്ന പോലെ അതിൻ്റെ ആ ക്യാമറയുടെ പുറകിലുള്ള ആൾക്കാരുടെ കഴിവുകളാണ്. അവർക്ക് പറ്റണം നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട്. ഇപ്പം ഒരാളുടെ മുന്നിൽ ചിരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ചിരിയായിരിക്കും, അല്ലേ? ഇപ്പം എനിക്കറിയാം, ഞാനൊരു കണ്ണാടി നോക്കിയിട്ട് ഞാൻ പോരുമ്പോൾ അത് ഇങ്ങനെ ഞാൻ ചിലപ്പം, അപ്പം എൻ്റെ ഒരു ഫോട്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ ഫോട്ടോ ആണ് അപ്പം ഇഷ്ടപ്പെടുന്നതെങ്കിൽ പിന്നീട് ആര് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാലും ഞാൻ ആ ചിരി ചിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാര്യം എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ട്, ഞാൻ അങ്ങനെ ചിരിക്കുമ്പോഴാണ് എന്നെ കാണാൻ നല്ലത്. പക്ഷെ അതല്ലാത്ത കുറേ ചിരികളുണ്ടായിരിക്കാം എന്നിൽ. അത് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അതിന് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ക്യാമറമാന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് പറ്റും. അതൊരിക്കലും ഒരു ആക്ടർ വന്നിട്ട് ഒരിക്കലും ഞെട്ടിക്കുന്ന പെർഫോമൻസ് ഒന്നും ചെയ്യാൻ ഒരു ആക്ടർ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും പറ്റില്ല. അതിൻ്റെ പുറകിൽ നല്ല ഡയറക്ടേഴ്സും നല്ല റൈറ്റേഴ്സും നല്ല ക്യാമറമാരൊക്കെ വേണം. അപ്പോൾ ഈ പറഞ്ഞ ഞെട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജു, ഞാനൊരു ഞെട്ടൽ ആദ്യം ഞെട്ടുമ്പോൾ രാജു എന്ന് പറഞ്ഞു. അത് ആക്ച്വലി ഓക്കെ വെച്ചാണ്, ക്യാമറ പറഞ്ഞത് ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞാൽ ഒന്നും എടുക്കണമെന്ന് പറഞ്ഞിട്ട് രാജു നടന്ന് എൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞിട്ട് ആ ഞെട്ടൽ വേണ്ട, വേറൊരു ഞെട്ടലല്ല, അത് വേറൊരു സിനിമയിൽ 2 സിനിമയിൽ ചേട്ടൻ സെയിം ഞെട്ടൽ ഞെട്ടുന്നതാണെന്ന് പറഞ്ഞു. അത് നമുക്ക് ഞെട്ടാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതേ വരുള്ളൂ. അപ്പോൾ അതൊന്ന് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മളോട് പറയണം, അങ്ങനെ ചിരിക്കില്ല, ആ ചിരി നല്ലതല്ല എന്ന് ഓപ്പണായിട്ട് ഒരാൾ നമ്മളോട് പറയുമ്പോഴാണ് നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റി ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു ഞെട്ടലാണത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി. എനിക്കൊന്ന് പൃഥ്വിരാജുമായിട്ട് ചേട്ടൻ നല്ലൊരു റാപ്പ് ഉണ്ടല്ലേ? ചേട്ടൻ സംവിധാനം ചെയ്ത പടത്തിലുണ്ടായിരുന്നു രാജു തന്നെയായിരുന്നു. എന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ എനിക്കൊരു സംവിധായ മേലങ്കി അണിയിച്ചു തന്ന ഒരാളാണ് രാജു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ തമ്മിലൊരു റാപ്പോ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഒരു കെമിസ്ട്രി എങ്ങനെ ഉണ്ടാകുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവേണ്ടതാണത്. ഇപ്പം രാജുവിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണെങ്കിലും രാജു എൻ്റെ കൂടെ അഭിനയിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മൾ രാജുവിനോട് പറയുമ്പോൾ രാജുവിനത് മനസ്സിലാക്കാൻ പറ്റണം. രാജു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് രാജുവിനറിയാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എമ്പുരാൻ അതൊക്കെ തലേദിവസമാണ് എന്നോട് വിളിക്കുന്നത്, ചില നാളെ ഫ്രീ ആണെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്കൊരു വിശ്വാസമാണ്, അത് അദ്ദേഹത്തിലുള്ളൊരു വിശ്വാസമാണ്. അദ്ദേഹം ഗംഭീര മേക്കറാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് റാപ്പോ എന്ന് പറയുന്നത് ഒരു പരസ്പരം മനസ്സിലാക്കലാണ്. ഇപ്പോൾ ഒരു ആക്ടറിനോട് അഭിനയിക്കുമ്പോഴാണ് തന്നെ, ലാലേട്ടനോട് അഭിനയിക്കുമ്പോഴാണെങ്കിൽ തന്നെയും ലാലേട്ടൻ എങ്ങനെയായിരിക്കും പറയുന്നത്, അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയാം. ആ സമയത്ത് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ ചിലപ്പോൾ ചിരിക്കും. അപ്പോൾ ഓക്കെ അപ്പോൾ അത് ടേക്കിലിട്ടോ മോനെ, അത് ഇട്ടോ അങ്ങനെ പറയും. മമ്മൂക്കയുടെ കൂടെ അങ്ങനെയാണ്. താപ്പാനാന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചത് മമ്മൂക്കൊക്കെ നമുക്ക് ഫുൾ ഫ്രീഡം തരികയാണ്. നീ എന്ത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, നോക്കട്ടെ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു അങ്ങനെ പറയും. എല്ലാവരുമായിട്ടും അങ്ങനെയാണ്, സുരേഷ് ഏട്ടനുമായിട്ടും എല്ലാവരും, ദിലീപേട്ടനുമായിട്ടും എല്ലാവരുമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് എന്താണ്, നന്നാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല കെമിസ്ട്രി ആവും, മോശമാകുമ്പോൾ മോശം കെമിസ്ട്രി ആവും. നന്നാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റായിട്ട്. എനിക്ക് തോന്നുന്നു സലീമേട്ടനുമായിട്ടും നല്ലൊരു സൗഹൃദമായിരുന്നു. എനിക്ക് തോന്നുന്നു പറ്റിച്ചിട്ടുണ്ടോ അല്ലേ, ബീഫ് നിന്ന് കൊളസ്ട്രോൾ വന്ന്? പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇത്രയും ബീഫിനോട് ഇത്രയും താല്പര്യമുണ്ടോ, കാരണം എല്ലാ ദിവസവും ബീഫ് വേണമെന്നുള്ളത് ഇപ്പോഴല്ല കേട്ടോ, മുൻപ് നമ്മളൊരു കോട്ടയംകാരനായതുകൊണ്ട് തന്നെ ബീഫും കപ്പയും ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണല്ലോ. അപ്പോൾ അത് പണ്ട് മുതലേ ബീഫിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്കൊന്ന് ചേച്ചി നല്ലൊരു കുക്കാണ്, ചേച്ചിയുടെ ബ്ലോഗിൽ കണ്ടായിരുന്നു ബീഫ് ബർഗർ. അത്യാവശ്യം നന്നായിട്ട് അവൾ കുക്ക് ചെയ്യും. പക്ഷെ ഇപ്പം ബീഫ് വളരെ കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെയും വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ ബീഫ്. പക്ഷെ ആ സമയത്ത് പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഫ്രഷായിട്ട് കിട്ടുന്നതും പെട്ടെന്ന് കിട്ടുന്നതും ഇതാണ്. എനിക്ക് പണ്ട് ഈ ചോറൊന്നും ഹോട്ടലിൽ കയറി കഴിക്കാൻ താല്പര്യമില്ല. കുറേ കറികളും അതൊക്കെ എടുത്ത് ഇതാകുമ്പോൾ 2 പൊറോട്ട 3 പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, മനസ്സിലായില്ല? അപ്പം ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കഴിച്ചു പോകും കേട്ടോ. ഞാനായിട്ട് ഓർഡർ ചെയ്ത് ആരെങ്കിലും കഴിക്കുന്നത് കണ്ടാൽ കഴിച്ചു പോകും. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. പൊറോട്ട ബീഫ് എന്ന് വെറുതെ പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയാണ് പറ്റിച്ചത്. അപ്പം അത് സലിമേട്ടനും അറിയാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു. എനിക്കൊന്ന് ചാന്തുപൊട്ടിലാണെന്ന് തോന്നുന്നു നിങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്ത്. അപ്പം അതിനകത്ത് ഈ ചാന്തുപൊട്ടില് സലീമേട്ടൻ്റെ ഇതുപോലെ ഒരു ഏഷണി പറയുന്ന റോളാണല്ലോ. അപ്പം സലീമേട്ടനായിട്ടുള്ള ഒരു സൗഹൃദം അത് എങ്ങനെയായിരുന്നു? സലീമേട്ടനായിട്ടുള്ള സൗഹൃദം ഞാൻ സിനിമയിൽ വരുന്നത് 99-ലാണ്, മൈ ഡിയർ കേരളയിൽ. അല്ലാതെ കലാപം മണിച്ചേട്ടന് ഡ്യൂപ്പിട്ടുണ്ടാണ് ഞാൻ വരുന്നത്. അപ്പം അതിൽ സലീമേട്ടനുണ്ടായിരുന്നു.
അപ്പോൾ അതിന് മുൻപ് തന്നെ സലിമേട്ടൻ അറിയാം, സലിമേട്ടൻ മിമിക്രി എന്ന് വന്നതുകൊണ്ട് ഇവരെയൊക്കെ കണ്ടിട്ടാണല്ലോ നമ്മളും വരുന്നത്. ഇപ്പം നമ്മൾ എന്താണ്, നമുക്കിപ്പോൾ അറിയാത്തൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ റിലേറ്റീവ്സ് ആരെങ്കിലും ചേട്ടന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താണ് നമ്മൾ സേഫാണ്, നമ്മൾ കംഫർട്ടാണെന്ന് നമുക്കൊരു ധൈര്യം നമുക്ക് വരില്ലേ എന്ന് പറഞ്ഞവരാണ് എനിക്ക് മുമ്പ് മിമിക്രിയിലോട്ട് വന്നിട്ടുള്ള ഇവരെല്ലാവരും. ദിലീപേട്ടനാണെന്നുണ്ടെങ്കിലും സലിമേട്ടനും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, നമുക്കൊരു സപ്പോർട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അച്ഛൻ ഉറങ്ങാത്ത വീട്ട് സലിമേട്ടനോട് കുറേ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റും, ഭയങ്കര സപ്പോർട്ട് തരുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ തമാശ, ചിരി, എനിക്കങ്ങനെ തമാശകൾ പറഞ്ഞ ഒരാളെ ചിരിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ടീമിനെ ചിരിപ്പിക്കാനോ ഒന്നും കഴിവുള്ള ഒരാളല്ല, അല്ലെങ്കിൽ അത്ര കംഫർട്ടായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് എന്തെങ്കിലും പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ സെറ്റിൽ ചെന്ന് സലിമേട്ടനോ മണിച്ചേട്ടനോ സുരാജോ ജാഫർക്ക ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാറത്തില്ല ഇവരായിരുന്നു. കാര്യം ഇവരെന്തെങ്കിലും കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കാണൊരു ചെറിയ തമാശ കേട്ടാൽ മതി ഞാൻ പൊട്ടി ചിരിക്കുന്ന ഒരാളാണ്, മനസ്സിലായിട്ട്. അപ്പം അങ്ങനെ നല്ല ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ സലിമേട്ടനോട് ഒരുപാട് യാത്രകൾ, ഞങ്ങൾ അമേരിക്കൻ ഷോസൊക്കെ നമ്മൾ ദിലീപേട്ടൻ്റെ ഷോയ്ക്ക് മണിച്ചേട്ടനൊക്കെ ഉള്ള ഒരുപാട്. എനിക്ക് തോന്നുന്നു സലീം സാറിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം നമ്മളൊന്നും ചിന്തിക്കുന്ന പോലല്ല, അദ്ദേഹം വളരെ സ്പിരിച്വലായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിൽ. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞില്ല, അദ്ദേഹം ഈ പറഞ്ഞ ഒരു കൊമേഡിയൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ മലയാളികളുടെ ഒരു ആക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്തത് ആദാമിൻ്റെ മകൻ അബൂബക്കറാണ്. പക്ഷെ അതിന് മുൻപ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ വേഷങ്ങൾ തൊട്ടാൽ പൊള്ളുന്ന വേഷങ്ങളാണ്. ഇപ്പോഴൊക്കെ ആരോടെങ്കിലും അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കൊണ്ട് ക്ഷ വരയ്ക്കും. അദ്ദേഹത്തിന് ഡയലോഗ് ഡെലിവറി മനസ്സിലായില്ലേ, എന്തോരം ക്യാരക്ടേഴ്സ്. അതൊക്കെ ഇനി അഭിനയിക്കാൻ ഇനി ഒരാള് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതാരാണെങ്കിലും, സലിമേട്ടൻ മാത്രമല്ല, ഇപ്പം നമ്മുടെ നിന്ന് പോയിട്ടുള്ള ആരാണെങ്കിലും. അപ്പം എന്നാൽ അദ്ദേഹത്തിന് ഒരു ആക്ടർ എന്ന് പറഞ്ഞ എല്ലാവരും അംഗീകരിച്ചതൊക്കെ ആദാമിൻ്റെ മകൻ അബൂബക്കർ വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഒരുപാട്. ഇപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ്റെ ആയിരുന്നു മിമിക്രി കൂടുതൽ മണിച്ചേട്ടനായിരുന്നു അനുകരിച്ചിട്ടുള്ളത്. മണിച്ചേട്ടൻ എന്താണ്, ഇപ്പൊ ചില നടന്മാർക്കൊന്നും അനുകരിക്കുന്ന അത്ര ഇഷ്ടപ്പെടത്തില്ലല്ലോ, പക്ഷെ മണിച്ചേട്ടൻ എന്താണ്, മണിച്ചേട്ടൻ്റെ ഭയങ്കര സ്നേഹമായിരുന്നു. എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? മാറ്റങ്ങളൊന്നും പറയാനില്ല. കാര്യം മണിച്ചേട്ടൻ അനുകരിക്കുന്ന ആര് വന്ന് ഇപ്പം മോശമായിട്ടാണ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ ഒന്നും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലായിരുന്നു. പിന്നെ ഏകദേശം മണിച്ചേട്ടൻ്റെ ഒരു ഷേപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു, ഉണ്ടാക്കിയായിരുന്നു. സ്റ്റേജിൽ നല്ല ആ സമയത്ത് പിന്നെ ഇപ്പോഴെല്ലാം എല്ലാത്തിനും ഭയങ്കര പെർഫെക്ഷൻ നോക്കുന്നതൊക്കെ. അന്നൊക്കെ നമ്മളൊന്ന് ചെരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലാലേട്ടനാന്ന് ആൾക്കാരങ്ങ് വിചാരിച്ചോളൂ. പിന്നെ ശബ്ദമൊക്കെ ഒരു ഏകദേശമൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ കൈഡ് കിട്ടും, ഇവരോടുള്ളൊരു ഇഷ്ടം കൊണ്ട്. മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ച് കൈ കുത്തി കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ കൈഡ് തുടങ്ങും. അത് നമ്മുടെ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, മമ്മൂക്കയോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അവർ കൈഡിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഒരുപാട് മിമിക്രിക്കാർ വന്ന് അവർ ചെയ്യുന്നത് 100% പെർഫെക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണം. അപ്പം മണിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ അങ്ങ് ഒപ്പിച്ച് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ മണിച്ചേട്ടൻ നമ്മളെ വലിയ ഇഷ്ടമായിരുന്നു. നമ്മൾ കലാഭവനിലെ ആളാണ്. മിമിക്രിക്കാരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മണിച്ചേട്ടൻ. ബാക്കി മിമിക്രിയിൽ നിന്ന് സിനിമയിൽ വന്നിട്ടുള്ള മിമിക്രിക്കാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് മിമിക്രിക്കാരെ, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളൊക്കെ ഞാൻ ഒരുപാട് ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ മണിച്ചേട്ടനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ തീരത്തില്ല. നമ്മളൊരു ട്രിപ്പിനൊക്കെ പോകുമ്പം നമ്മൾ സാധാരണ മിമിക്രിക്കാരനായിട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. അപ്പം നടന്മാരൊക്കെ ഉണ്ടാവും ഒരുപാട് പേര്. പക്ഷെ ഇവരൊക്കെ വേറൊരു ഗ്യാങ് ആയിട്ട് ഇടുന്നത്. മണിച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. നമുക്ക് വിശക്കുന്ന സമയം അദ്ദേഹത്തിന് അറിയാം, നമ്മുടെ പൈസ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് തരും. അപ്പം അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഒരു വേറൊരു ഫീല് തന്നെയാണ്. ഇപ്പോൾ ചേട്ടൻ വെള്ളാപ്പള്ളി നടേശനെ അനുകരിക്കുന്ന ഒരു മിമിക്രി ഞാൻ കണ്ടായിരുന്നു. ഇപ്പം കരുണാകരനൊക്കെ പത്രക്കാരോട് പറയാറുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു നേതാവായിരുന്നു. ഈ പുള്ളിക്കാരനെ മറ്റേ ഈ മിമിക്രിക്കാരെ അനുകരിക്കുന്നത്. ഈ പൊതുവെ രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പം കിട്ടുന്ന ഒരു എന്താണ്, കാരണം ഈ ആർട്ടിസ്റ്റുകളെ അനുകരിക്കുന്നതും എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരാണെന്ന് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അവരനുകരിക്കുന്നത്. എൻജോയ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഇപ്പം കരുണാകരൻ സാറിൻ്റെ ആണെന്നുണ്ടെങ്കിലും നയനാർ സഖാവിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒക്കെയാണ് അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒപ്പം ഇരുന്ന് ചിരിക്കും. നമ്മൾ ഫ്രണ്ടിൽ ഇരുന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് പേര് അത് അനുകരിക്കുന്നില്ല. ചിലപ്പം ചില ഡയലോഗ്സ് പറയുമ്പം ചിലപ്പം അവർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ കൂടെയുള്ളവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ ഒരുപാട് മിമിക്രിക്കാരെ അവരുടെ കൂടെയുള്ളവർ വിളിച്ച് പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ നമുക്കുണ്ട്. നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അല്ല, ചേട്ടൻ ഇതേപോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ അങ്ങനെ വന്ന് ചേട്ടനോട് വെള്ളാപ്പള്ളി നടന്ന സാറിനെ ഞാൻ അടുത്തിരുത്തി ഞാൻ മിമിക്രി ചെയ്തിട്ടുണ്ട്. പിന്നെ സാറെന്താ എന്തെങ്കിലും ചിരിച്ചു. അദ്ദേഹത്തിന് ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും ചിരിച്ചു. ഭാര്യ എന്നോട്
പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ, അതേപോലെ തന്നെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ പുള്ളിയും അദ്ദേഹം പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ. മിക്കവരും അങ്ങനെ പറയാറുണ്ട്. അമ്മയിലെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു അഡ്ഹോ കമ്മിറ്റിയിൽ രമേഷ് പിഷാരടി കൺവീനറായ അഡ്ഹോ കമ്മിറ്റിയിൽ ചേട്ടനുണ്ട്. എന്താണ്, ഒരു മുൾക്കിരീടമാണോ അത്? അല്ല, ഇപ്പം ഒരു മുൾക്കീരിടം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലൂടെ ആണ് അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അമ്മയ്ക്കൊരു സ്പേസ് ഉണ്ട് ഇവിടെ, നമ്മുടെ സൊസൈറ്റിക്ക് മുൻപിൽ ഒരു സ്പേസ് ഉണ്ട്. അതൊരു നല്ല സ്പേസ് ആവണം. അത് സമൂഹം പിന്നെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കി കാണുന്നൊരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത്. അതിന് പ്രധാന കാരണം അവരിഷ്ടപ്പെടുന്ന കുറേ അധികം ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ആ സംഘടനയും ആ സംഘടനയിലെ മെമ്പേഴ്സും സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശവും നല്ല സന്ദേശം തന്നെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് നാളുകളായി സംഘടനയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് നല്ല സന്ദേശമല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളുണ്ടതിന്. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും അതിനൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടാണ് കഴിഞ്ഞ ദിവസം കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്ഹോക് കമ്മിറ്റി വന്നത്. ഇനി നമ്മളാൽ കഴിയും വിധം ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു നല്ല സ്പേസ്, നല്ലൊരു സന്ദേശം കൊടുക്കുന്ന നല്ലൊരു സംഘടനയായിട്ട്. കാര്യം അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങനെ എല്ലാവർക്കും വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനെ വിമർശിക്കപ്പെടേണ്ട മാത്രമായിട്ടുള്ളൊരു സംഘടനയല്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ രാജിവെച്ച് പോയി എന്ന് പറയുന്ന ആ കമ്മിറ്റി ആണെങ്കിൽ കൂടി ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പരിചയക്കുറവ് കൊണ്ടോ അവരുടെ ഭാഗത്തു നിന്ന് വന്ന പാകപ്പിഴവ് അവർ സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ രാജിവെച്ചത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വിമർശിക്കപ്പെടേണ്ട മാത്രം ഒരു സംഘടനയല്ല, ഇത് നിലനിൽക്കേണ്ട സംഘടനയാണ്. അതിലൊരുപാട് പേര് ഉണ്ട്. നമ്മളിപ്പം ഒരു അമ്മയുടെ ജനറൽ ബോഡി എന്ന് പറഞ്ഞ് നമ്മളിപ്പം ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന എല്ലാം വില കൂടിയ വണ്ടിയിൽ എന്താണ് വലിയ വലിയ വണ്ടികളിൽ വന്നിറങ്ങുന്ന കുറേ നടന്മാരെയും നടിമാരെയൊക്കെ അല്ലേ കാണുന്നത്. അതിനപ്പുറം അതിനകത്ത് അമ്മയെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെല്ലാം ഈ അമ്മയിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി, അമ്മയെക്കുറിച്ചൊരു ചീത്തവാക്ക് പുറത്ത ഒരാളെന്ന് പറയുമ്പോൾ അവരുടെ നെഞ്ചാണ് കത്തുന്നത്. അപ്പം ഞാൻ 2 തവണ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടിരുന്ന ഒരാളാണ്. ഞാൻ പലരെയും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിരുന്നു. ആ സമയത്തെല്ലാം അപ്പോഴൊക്കെയാണ് നമ്മളിതിൻ്റെ കുറേ പേര് വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ ഈ മാസം 1-ാം തീയതി കിട്ടുന്ന 5000 രൂപ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട്. നമ്മളൊരു സമയത്ത് നമ്മൾ സിനിമ കണ്ട് നമ്മൾ അതേപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ബഹുമാനിച്ചിരുന്ന ആളുകൾ കുറേ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര് അവർ സങ്കടത്തോടെ പറയാണ്, മോനെ ഞാൻ ഇച്ചിരി കഞ്ഞി വെച്ചിട്ടേ ഇപ്പം അങ്ങോട്ടൊന്ന് മാറാൻ വേണ്ടി പോയായിരുന്നു, നടക്കാൻ വയ്യ, ഞാൻ ഇച്ചിരി കഞ്ഞി വെച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് നടക്കാൻ വേണ്ടി പോയായിരുന്നു മോനെ, എന്നാ ഇത് ഇതെന്ന്. അവർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ട് വിലയിരുത്താനുള്ളൊരു ഒരു സമയമെല്ലാം അവരുടെ കഴിഞ്ഞു. അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം, മോനെ സങ്കടമുണ്ട് ഇങ്ങനെ കാണുമ്പം കേട്ടോ, ഇത് പെൻഷൻ നിൽക്കത്തില്ലല്ലോ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ സംഘടന ഇവിടെ നിലനിന്നേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 9 പേരാണ്. കുറേ വർഷങ്ങളായിട്ട് അമ്മയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിരുന്നും അമ്മയിലെ ആളുകളുമായി സംസാരിച്ചും എല്ലാം എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് പേര് തന്നെയാണ്. നമ്മളെല്ലാവരും ചേർന്ന് തീർച്ചയായിട്ടും മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ എല്ലാ സപ്പോർട്ടും കൂടി അവരെല്ലാവരും ഇപ്പോഴും ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട്. വാർത്തയിൽ എന്തോ കണ്ടിരുന്നു, ലാലേട്ടൻ ഭയങ്കര ഇമോഷണലായി എന്നൊക്കെ. അതെ, പിന്നെ തീർച്ചയായും ഇമോഷണൽ ആവുമല്ലോ. കാര്യം എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് അവരുടെ സമയം മാറ്റിവെച്ച്, പക്ഷെ അവർക്കൊന്നും അതൊരു ബുദ്ധിമുട്ടല്ല. അവരുടെ എല്ലാം മനസ്സിൽ ഇത് നന്നായിട്ട് പോകണം, ഇത് നന്നായിട്ട് കൊണ്ടുപോകണം. അത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് അവർക്ക് കമൻസ് പറയാനോ അവരുടെ ഫേസ് കാണിക്കാനോ ഒന്നുമല്ല അവർക്ക് ആഗ്രഹം. അവർ ഈ പറയുന്നത് പോലെ ഇതുകൊണ്ട് കഷ്ടപ്പെടുന്ന, ഇത് പ്രതീക്ഷിച്ച് ഇപ്പോഴും ജീവിക്കുന്ന കുറേ പാവങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനർഹരായിട്ടുള്ള, അതിന് കഴിവുള്ള ഒരു നേതൃത്വം തന്നെ വരണം. അതിനെ പറ്റുന്ന ആളുകൾ അമ്മയിലുണ്ട് ഇപ്പോഴും. എനിക്കൊന്ന് ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആയപ്പോൾ അതിന് ഒരു ചരിത്രമായിട്ടാണ് മാധ്യമങ്ങൾ അന്ന് വാർത്ത കൊടുത്തത്. പക്ഷേ ഈ രാജിവെച്ചപ്പോൾ ചരിത്രം പടിയിറങ്ങുന്നു എന്നായിരുന്നു എല്ലാവരും തലക്കെട്ട് കൊടുത്തത്. അപ്പോൾ അത് സത്യം പറഞ്ഞ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാര്യം ശ്വേത എന്ന് പറയുന്ന ഒരുപാട് ക്വാളിറ്റി ഉള്ളൊരു ലേഡിയാണ്. ആസ് എ പ്രസിഡന്റ് അവർ കുറേ നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഇനിയിപ്പം ഞാനും അതിനെപ്പറ്റി നമ്മളത് സംസാരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ എല്ലാം സംസാരിച്ച് സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പറയണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ അതെല്ലാം ഇന്നലെ അവിടെ ഓപ്പണായിട്ട് ഞാനടക്കം പലരും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു ആ രാജിയും. എന്നാൽ അവർ ആ ഇരുന്ന കമ്മിറ്റി പൂർണ്ണമായിട്ടും തെറ്റുകൾ മാത്രം ചെയ്തു എന്നൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ പറയത്തില്ല. അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തും ചില പാകപ്പിഴവുകൾ വന്നു, അത് വരാൻ പാടില്ലാത്തതായിരുന്നു. അപ്പോൾ അത് ഏറ്റെടുത്തിട്ടാണ് അവർ രാജിവെച്ചിട്ടുള്ളത്. ഇനി പുതിയ കമ്മിറ്റി ഉടൻ തന്നെ വരും. അതുവരെ അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള രീതിയിൽ സംഘടനയ്ക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, അതിനുവേണ്ടി ശ്രമിക്കും. ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ എൻ്റെ അറിവും എൻ്റെ ഒരു ശാരീരികമായി മാനസികമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നല്ല ഒരു അമ്മയ്ക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ ഞാനും ഒപ്പം ഉണ്ടാവും. അങ്ങനെ സംഭവിക്കട്ടെ. മക്കളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എല്ലാവരും താങ്ക് യു. എല്ലാവരും ചേട്ടാ, ഇനിയിപ്പോൾ പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അല്ല, ഞാനിപ്പം ഷൂട്ട് കഴിഞ്ഞ ജഗദീഷ് ചേട്ടനും ഉർവശി ചേച്ചിയും കൂടെയുള്ള ഒരു സിനിമയാണ്. അത് ആക്ച്വലി അത് ഷൂട്ട് കഴിഞ്ഞു. ഇനിയിപ്പം റിലീസ് ചെയ്യാനുള്ളത് ഒന്ന് നീക്കം എന്ന് പറഞ്ഞ നമ്മുടെ ദിലീപേട്ടൻ ഹീറോ എന്നൊരു പടം, നമ്മുടെ ജഗൻ, ഷാജി കൈല സാറിൻ്റെ മകൻ. അതിൽ എന്താണ് ആ സിനിമയുടെ കുറിച്ച് എന്താണ് ചേട്ടൻ്റെ ക്യാരക്ടർ? അതിപ്പോൾ അല്ല, അതിപ്പം പറയണ്ട, അത് സിനിമ പറയണ്ട, സിനിമ കണ്ടിട്ട് അറിയുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓട്ടൻ തുള്ള എന്ന് പറയുന്ന നമ്മുടെ മാർത്താണ്ഡൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം, നമ്മുടെ DQൻ്റെ കമ്പനിയാണ് ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുള്ളത്. ജൂലൈ ലാസ്റ്റ് അത് റിലീസുണ്ട്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ജോയിൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ 24-ന് ലാലേട്ടൻ്റെ കൂടെ ഒരു ട്രിപ്പുണ്ട്, ഷോയ്ക്ക് പോവാണ്. ചേട്ടൻ ഇപ്പം കോമഡി ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പിന്നെ കോമഡി ചെയ്യാൻ ആഗ്രഹം. ഇപ്പം ഓട്ടംതുള്ളൽ എന്ന് പറയുന്ന സിനിമയിൽ അത്യാവശ്യം ഹ്യൂമറുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു സിനിമ കൂടിയാണത്. നന്നായി വന്നിട്ടുണ്ട്. അത് കുറേ നല്ല ആക്ടേഴ്സും, കുട്ടേട്ടനും അശോകൻ ചേട്ടനും ഒക്കെ അടക്കം കുറേ നല്ല ആക്ടേഴ്സും ഒക്കെ ഉള്ളൊരു സിനിമയാണത്. കുറേ നാൾക്ക് ശേഷം എനിക്ക് ഹ്യൂമർ ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് കൂടിയാണത്. അപ്പം മാർത്താണ്ഡൻ ഹാപ്പിയാണ്. മാർത്താണ്ഡനോട് പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അറിഞ്ഞുകൂടെ പ്രേക്ഷകരുടെ കയ്യിലാണ്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ഓട്ടം തുള്ളൽ. പിന്നെ ഇനിയിപ്പോൾ ഈ ട്രിപ്പ് 3 ഷോ ആണുള്ളത്, ജർമ്മനി, UK, അയർലൻഡ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റിന് തിരിച്ചെത്തി കഴിഞ്ഞാൽ പിന്നെ 1-2 സിനിമകൾ ഉടനെ ജൂലൈയിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ്. ഏതായാലും ചേട്ടാ, എല്ലാം നല്ലതുപോലെ സംഭവിക്കട്ടെ. ചേച്ചിയെടുത്തും പറയണം, ഞാൻ ചേച്ചിയെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയണം, ചേച്ചിയുടെ റെസിപ്പീസ് എല്ലാം. അപ്പം താങ്ക് യു ചേട്ടാ. താങ്ക്സ് എല്ലാം. താങ്ക് യു സോ മച്ച്.